രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ ഇപ്പോൾ ഇതാ കമലേഷ് കൂടി ചേരുന്നു. കമലേഷ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ജയിലിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് രാഹുൽ ഈശ്വറിനെ മാറ്റുക എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ വിശദമായ വാദമാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നടന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. വിശദമായ 1 മണിക്കൂറോളം നീണ്ട വാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് നടന്നു. ഈ രാഹുൽ ഈശ്വർ ഈ ഇരയെ, അതായത് അതിജീവിതയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ഉൾപ്പെടെ ജഡ്ജ് നേരിട്ട് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത് നിയമവിരുദ്ധമായാണ് ഈ അറസ്റ്റ് ചെയ്തത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കോടതി മുഖവിലേക്ക് എടുത്തില്ല. അതോടൊപ്പം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതിപട്ടികയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചാൽ അത് മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ. ആ വാദങ്ങൾ കോടതി അംഗീകരിക്കുന്നു. 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കൈരളി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഈ രാഹുൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഈ അതിജീവിതയുടെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ രാഹുൽ ഈശ്വർ ഈ വീഡിയോ യൂട്യൂബിലടക്കം ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടെ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക്, അവരുടെ സ്വഭാവഹത്യ ചെയ്യുന്ന നിലയിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ ഭാഗമായി തന്നെയാണ് പരാതി വന്നിട്ടുള്ളത്. ആ പരാതിയിൽ വളരെ പെട്ടെന്ന് തന്നെ സൈബർ പോലീസ് നടപടി സ്വീകരിച്ചു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് 9 മണിയോടുകൂടി പൂർത്തിയാക്കി. അതിനുശേഷം ഇന്ന് പൗടിക്കോണത്തുള്ള രാഹുലിന്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തുകയും അവിടെ നിന്ന് ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെ, ഈ വീഡിയോ തയ്യാറാക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഈ വീഡിയോ കണ്ടെത്തുകയും ചെയ്തു. ആ വീഡിയോ ഉൾപ്പെടെയാണ് ഇന്ന് മജിസ്ട്രേറ്റ് പരിശോധിച്ചത്. അതിൽ നിന്നും രാഹുൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രാഥമികമായി മജിസ്ട്രേറ്റിന് ബോധ്യമാവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ മജിസ്ട്രേറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്നു, കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം രാഹുലിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം തിരുവനന്തപുരം സബ് ജയിലിലേക്ക് മാറ്റും. കമലേഷ്, അതിജീവിതയുടെ ചിത്രങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് രാഹുലിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം. മാത്രമല്ല, തുടർന്നാണ് ഇപ്പോൾ രാഹുലിനെ ജയിലിലേക്ക് മാറ്റുമെന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും ഇത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇതിനകത്ത് ഈ വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. രാഹുലിന്റെ പൗടിക്കോണത്തുള്ള വീട്ടിൽ എത്തി പരിശോധന നേരത്തെ നടത്തിയിരുന്നു. രാഹുൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെടുത്തു, ഫോൺ ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്നും ഈ വീഡിയോയും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി ഈ അതിജീവിതയുടെ വീഡിയോയും ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചിത്രങ്ങളും വീഡിയോയും എല്ലാം ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പല രേഖകളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ വിവരങ്ങളെല്ലാം, ആ തെളിവുകളെല്ലാം ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം തന്നെ ഈ തെളിവുകളെല്ലാം, ഈ വീഡിയോകളെല്ലാം മജിസ്ട്രേറ്റ് ഓരോ വീഡിയോയും മജിസ്ട്രേറ്റ് നേരിട്ട് നോക്കി തന്നെയാണ്, അതായത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ജാമ്യം അനുവദിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് കോടതിയും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അതിൽ പറഞ്ഞു തന്നെ കസ്റ്റഡിയിലെടുത്തത്, തന്നെ അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിലൊന്നും കഴമ്പില്ല എന്ന് കൂടിയാണ് തെളിയുന്നത്. പ്രോസിക്യൂഷന്റെ വാദം വളരെ കൃത്യമായി തന്നെ കോടതി അംഗീകരിക്കുന്നു. ഈ കേസിൽ ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ
ആദ്യം തൊട്ട് നിലപാടെടുത്തത്. അതിനായി വളരെ വിശദമായി ഈ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ രാഹുൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി അതോടൊപ്പം ഈ രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ, വീഡിയോകൾ, ചിത്രങ്ങളെല്ലാം തന്നെ മജിസ്ട്രേറ്റ് നേരിട്ട് പരിശോധിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് രാഹുൽ ഈശ്വറിനെ മാറ്റുകയാണ്. തിരുവനന്തപുരം സബ് ജയിലിലേക്ക് അല്പസമയത്തിനകം മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. കമലേഷ്, കേൾക്കാമോ? തീർച്ചയായും തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് രാഹുൽ ഈശ്വറിനെ മാറ്റുക. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഏതായാലും വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷയിന്മേൽ വാദം നടന്നിട്ടുള്ളത്. ഏതായാലും ഇതിനകത്ത് വളരെ വിശദമായി തന്നെ ഈ വാദം നടന്നത്. അതായത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇത്രയും നീണ്ടു പോകാറില്ല. പക്ഷേ ഇത് പ്രത്യേകമായ ഒരു വിഷയമായതിനാൽ തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നീണ്ട വാദങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അതോടൊപ്പം ഉച്ചയോടുകൂടി പൗടിക്കോണത്തുള്ള രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തുകയും രാഹുലിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിനകത്ത് രാഹുൽ ഈശ്വർ ഈ അതിജീവിതയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ രാഹുലിനെ കൊണ്ടുള്ള വാഹനം വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിനെ തിരുവനന്തപുരം സബ് ജയിലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുലിനെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് രാഹുലിനെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് മാറ്റുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ അതിജീവിതയെ അപമാനിച്ചു, സമൂഹ മാധ്യമങ്ങളിലടക്കം അതിജീവിതയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ് രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസ്.